ॐ ब्रह्मानन्दं परमसुखदं केवलं ज्ञानमूर्तिं द्वन्द्वातीतं गगनसदृशं तत्त्वमस्यादिलक्ष्यम् एकं नित्यं विमलमचलं सर्वधी साक्षिभूतं भावातीतं त्रिगुणरहितं सद्गुरुं तं नमामि। अखण्डानन्दबोधाय शिष्यसन्तापहारिणे सच्चिदानन्दरूपाय तस्मै श्रीगुरवे नमः। लक्ष्मीर्मेधाधरा पुष्टिः गौरी तुष्टिः प्रभाधृतिः एताभिः पाहि तनुभिः अष्टाभिर्मां सरस्वती। सरस्वत्यै नमो नित्यं भद्रकाल्यै नमो नमः। वेदान्त विद्यास्थानेभ्य एव च मातस्त्वदीयपदपङ्कजभक्तियुक्ता ये त्वां भजन्ति निखिलान् परान् विहाय ते निर्जरत्वमिह यान्ति कलेवरेण भुवह्निवायुगगनाम्बुवि निर्मितेन। व्यासाय विष्णुरूपाय व्यासरूपाय विष्णवे नमो वै ब्रह्मनिधये वासिष्ठाय नमो नमः। नमोऽस्तु ते व्यास विशालबुद्धे पुल्लारविन्दायतपत्रनेत्र येन त्वया भारततैलपूर्णः प्रज्वालितो ज्ञानमयः प्रदीपः। प्रज्वालितो ज्ञानमयः प्रदीपः। പവിത്രീകരണം. എല്ലാവരും ഇടതുകൈയിൽ വെള്ളമെടുത്ത് വലതു കൈകൊണ്ട് അടച്ചു പിടിക്കുക. മന്ത്രോച്ചാരണത്തിന് ശേഷം ഭക്തി പുരസ്സരം അത് ശരീരമാസകലം തളിക്കുക. ദൈവിക ശക്തികൾ നമ്മളിൽ പവിത്രത വർഷിക്കുന്നുവെന്നും നാം ബാഹ്യമായും ആന്തരികമായും പവിത്രീകരിക്കപ്പെടുന്നുവെന്നും സങ്കല്പിക്കുക. अपवित्रः पवित्रो वा सर्वावस्थाङ्गतोऽपि वा यः स्मरेत् पुण्डरीकाक्षं स बाह्याभ्यन्तरः शुचिः। ॐ पुनातु पुण्डरीकाक्षः पुनातु पुण्डरीकाक्षः पुनातु आचमनं. നമ്മുടെ സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങളുടെയും വാക്കുകളുടെയും മനസ്സിൻ്റെയും അന്ധകരണത്തിൻ്റെയും പവിത്രീകരണത്തിനായി 3 തവണ ജലം ആചമനം ചെയ്യുന്നു. പ്രത്യേകമായി 3 തവണ ചൊല്ലുന്ന മന്ത്രങ്ങൾക്ക് ശേഷം സ്വാഹ ശബ്ദത്തിനു ശേഷം 3 തവണ ജലം ആചമനം ചെയ്യുക. ഉപകരണങ്ങൾ ചുണ്ടിൽ സ്പർശിച്ച് അശുദ്ധമാവാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഓം അമൃതോപസ്തരണമസി സ്വാഹ. ഓം അമൃതാപിധാനമസി സ്വാഹ. ഓം സത്യം യശഃ ശ്രീർമയി ശ്രീഃ ശ്രയതാം സ്വാഹ. ശിഖാവന്ദനം. ശിഖ എന്നത് ദേവസംസ്കൃതിയുടെ ധ്വജമാണ്. ദേവസംസ്കൃതിയെ പിന്തുടരുന്ന നമ്മളേവരും ശരീരത്തിൻ്റെ ഏറ്റവും ഉന്നതമായ സ്ഥാനമായ ശിരസിൽ അതിനെ വഹിക്കുന്നു. എല്ലാവരും ഇടതുകൈയിൽ ജലമെടുത്തതിനു ശേഷം വലതുകൈയിലെ എല്ലാ വിരലുകളും അതിൽ മുക്കിയതിനു ശേഷം ശിരസിലെ ശിഖാസ്ഥാനത്ത് മന്ത്രോച്ചാരണ സമയത്ത് സ്പർശിക്കുക. ഓം ചിദ്രൂപിണി മഹാമായേ ദിവ്യതേജഃ സമന്വിതേ തിഷ്ഠദേവി ശിഖാമധ്യേ തേജോ വൃദ്ധിം കുരുഷ്വ മേ. പ്രാണായാമഃ.
എല്ലാവരും നട്ടെല്ല് നിവർത്തി ഇരിക്കുക. ഇരു കൈകളും മടിയിൽ വെച്ച് കണ്ണുകൾ അടച്ച് ഇരിക്കുക. ദീർഘമായ ശ്വാസം സാവധാനം ഉള്ളിലേക്ക് എടുക്കുക. കുറച്ചു സമയം ശ്വാസം ഉള്ളിൽ നിർത്തിയതിനു ശേഷം സാവധാനം പുറത്തേക്ക് വിടുക. പ്രാണായാമം നമ്മുടെ ഉള്ളിൽ ശരീരബലം, ആത്മബലം, മനോബലം എന്നിവ വർദ്ധിപ്പിക്കുന്നു എന്ന ഭാവനയോടെ എല്ലാവരും മന്ത്രത്തോടൊപ്പം പ്രാണായാമക്രിയ പൂർത്തിയാക്കുക. ഓം ഭൂഃ ഓം ഭുവഃ ഓം സ്വഃ ഓം മഹഃ ഓം ജനഃ ഓം തപഃ ഓം സത്യം ഓം തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ നഃ പ്രചോദയാത്. ഓം ആപോ ജ്യോതിരസോമൃതം ബ്രഹ്മഭൂർഭുവഃ സ്വഃ. ഓം ന്യാസഃ. നാം ഇപ്പോൾ ദിവ്യമന്ത്രങ്ങളുടെ സഹായത്തോടെ നമ്മളുടെ ശരീര അവയവങ്ങളിൽ ദിവ്യമായ ചേതനയെ സ്ഥാപിക്കാൻ പോവുകയാണ്. എല്ലാവരും ഇടതുകൈയിൽ ജലമെടുത്തതിനു ശേഷം വലതുകൈയിലെ എല്ലാ വിരലുകളും അതിൽ മുക്കുക. എന്നിട്ട് മന്ത്രോച്ചാരണത്തിനനുസരിച്ച് ഓരോ ശരീരഭാഗങ്ങളിലും ആദ്യം ഇടത്ത് പിന്നീട് വലത്ത് എന്ന ക്രമത്തിൽ സ്പർശിക്കുക. ഓം വാങ്മേ ആസ്യേസ്തു. ഓം നസോർമേ പ്രാണോസ്തു. ഓം അക്ഷ്ണോർമേ ചക്ഷുരസ്തു. ഓം കർണയോർമേ ശ്രോത്രമസ്തു. ഓം ബാഹുവോർമേ ബലമസ്തു. ഓം ഊർവോർമേ ഓജോസ്തു. ഓം അരിഷ്ടാനി മേഘാനി തനുസ്തന്വാ മേ സഹ സന്തു. പൃഥ്വീ പൂജനം. ഭൂമിദേവി ക്ഷമാശീലയാണ്, വിശാലമാണ്. അന്നവും ജലവും പ്രദാനം ചെയ്യുന്നവളാണ്. നമുക്ക് ഭൂമി ദേവിയോട് പ്രാർത്ഥിക്കാം. അമ്മേ, ഞങ്ങൾക്ക് ഉദാരത, സഹനശീലത, വിശാലത തുടങ്ങിയ ദിവ്യഗുണങ്ങൾ നൽകിയാലും. ഈ ഭാവനയോടെ അല്പം ജലം ഭൂമി ദേവിയിൽ അർപ്പിച്ച് 2 കൈകളും കൊണ്ട് ഭൂമി ദേവിയെ സ്പർശിച്ചിട്ട് പ്രണാമം ചെയ്യുക. ഓം പൃഥ്വി ത്വയാ ധൃതാ ലോകാ ദേവി ത്വം വിഷ്ണുനാ ധൃതാ ത്വം ച ധാരയ മാം ദേവി പവിത്രം കുരു ചാസനം. ചന്ദനധാരണം. മസ്തിഷ്കത്തെ ശാന്തവും ശീതളവും സുഗന്ധപൂരിതവുമായി നിലനിർത്തുന്നതിൻ്റെ പ്രാധാന്യത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് നെറ്റിയിൽ ചന്ദനം ചാർത്താം. എല്ലാവരും മോതിരവിരലിൽ ചന്ദനം എടുത്തതിന് ശേഷം ബഹുമാനപൂർവം പരസ്പരം ചന്ദനം തൊടുവിക്കുക. ഓം ചന്ദനസ്യ മഹത് പുണ്യം പവിത്രം പാപനാശനം ആപദാം ഹരത്തെ നിത്യം ലക്ഷ്മീസ്തിഷ്ഠതി സർവദാ. കലശപൂജനം. കലശം എന്നത് വിശ്വബ്രഹ്മാണ്ഡത്തിന്റെ പ്രതീകമാണ്. സമസ്ത ദേവശക്തിയും ഇതിൽ സംഭരിച്ചിരിക്കുന്നു. നിങ്ങളിൽ ഒരാൾ ഗന്ധാക്ഷതങ്ങളും പുഷ്പവും കൊണ്ട് കലശ ദേവതയെ പൂജിക്കുക. എല്ലാവരും അവരവരുടെ ഭാവനകളെ പ്രാർത്ഥനാപൂർവം സമർപ്പിക്കുക. ഓം തത്വായാമി ബ്രഹ്മണാ വന്ദമാനഃ തദാ ശാസ്തേ യജമാനോ ഹവിർഭിഃ അഹേഡമാനോ വരുണേഹ ബോധ്യുരുഷഗ്വം സമാന ആയുഃ പ്രമോഷീഃ. ഓം മനോജ്യോതിർജുഷതാം മാധ്യസ്യ ബൃഹസ്പതിർയജ്ഞമിമം തനോത്വരിഷ്ടം യജ്ഞഗ്വം സമിമം ദധാതു. വിശ്വേ ദേവാസ ഇഹ മാദയന്താം. ഓം പ്രതിഷ്ഠ. ഓം വരുണായ നമഃ. ആവാഹയാമി സ്ഥാപയാമി ധ്യായാമി. ഗന്ധാക്ഷതം പുഷ്പാണി ധൂപം ദീപം നൈവേദ്യം സമർപ്പയാമി. ഓം കലശസ്ഥദേവതാഭ്യോ നമഃ. ദീപപൂജനം.
ഉയർന്ന് തിളങ്ങി ജ്വലിക്കുന്ന ദീപനാളത്തെ പോലെ ഉന്നതമായ വ്യക്തിത്വവും സ്വയം മറ്റുള്ളവർക്കായി ജ്വലിച്ച് പ്രകാശം പരത്താനുള്ള ത്യാഗസന്നദ്ധതയും ചേതനയും നമുക്ക് ലഭിക്കട്ടെ എന്ന ഭാവനയോടെ നിങ്ങളിൽ ഒരാൾ ഗന്ധാക്ഷതങ്ങളും പുഷ്പവും കൊണ്ട് ആ മഹാചേതനയെ, പരമമായ പ്രകാശത്തെ ദീപം എന്ന മാധ്യമത്തിലൂടെ പൂജിക്കുക. മറ്റുള്ളവർ പ്രകാശരൂപിയായ പരമാത്മാവിനെ ധ്യാനിച്ച് ആ പ്രകാശത്തെ സ്വീകരിക്കുന്നതായി ഭാവന ചെയ്യുക. ज्योतिर्ज्योतिरग्निः स्वाहा सूर्यो ज्योतिर्ज्योतिः सूर्यः स्वाहा अग्निर्वर्चो ज्योतिर्वर्चः स्वाहा सूर्यो वर्चो ज्योतिर्वर्चः स्वाहा ज्योतिः सूर्यः सूर्यो ज्योतिः स्वाहा വരൂ, നമുക്ക് സമസ്ത ദേവശക്തികളെയും ഭാവനാപൂർവം ആവാഹിക്കാം. സർവപ്രഥമമായി നാം ആവാഹിക്കുന്നത് ഗുരു ചൈതന്യത്തെയാണ്. അജ്ഞാനരൂപിയായ അന്ധകാരത്തിൽ നിന്ന് ജ്ഞാനരൂപിയായ പ്രകാശത്തിലേക്ക് മാനവ സമൂഹത്തെ നയിക്കാൻ പ്രാപ്തിയുള്ള ഗുരു ചൈതന്യം. നിങ്ങളിലൊരാൾ പുഷ്പവും അക്ഷതവും കയ്യിലെടുത്ത് മന്ത്രത്തോടൊപ്പം ഗുരു ചൈതന്യത്തെ ആവാഹിക്കുക. മറ്റുള്ളവർ ആവാഹിക്കപ്പെട്ട ഗുരു ചൈതന്യത്തെ നമിച്ച് വന്ദിക്കുക. ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുരേവ മഹേശ്വരഃ ഗുരുരേവ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. അഖണ്ഡമണ്ഡലാകാരം വ്യാപ്തം യേന ചരാചരം തത്പദം ദർശിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. മാതൃവത് ലാലയിത്രീ ച പിതൃവത് മാർഗദർശികാ നമോസ്തു ഗുരുസത്തായൈ ശ്രദ്ധാ പ്രജ്ഞായുതാ ചയ. ഓം ശ്രീ ഗുരവേ നമഃ. ആവാഹയാമി സ്ഥാപയാമി ധ്യായാമി. അടുത്തതായി വേദമാതാവും ദേവമാതാവും വിശ്വമാതാവും സദ്ഭാവനകളുടെയും സജ്ഞാനത്തിൻ്റെയും അധിപതിയുമായ ഗായത്രി മാതാവിനെ ആവാഹിക്കാനായി പൂജിക്കാം. ഓം ആയാതു വരദേ ദേവി ത്രക്ഷരേ ബ്രഹ്മവാദിനി ഗായത്രി ഛന്ദസാം മാതഃ ബ്രഹ്മയോനേ നമോസ്തുതേ. ഓം ശ്രീ ഗായത്ര്यै നമഃ. ആവാഹയാമി സ്ഥാപയാമി ധ്യായാമി. ഓം അഭീപ്സിതാർത്ഥസിദ്ധ്യർത്ഥം पूजितो यः सुरासुरैः सर्वविघ्नहरस्तस्मै गणाधिपतये नमः. सर्वमङ्गलमाङ्गल्ये शिवे सर्वार्थसाधिके शरण्ये त्र्यम्बके गौरी नारायणि नमोऽस्तुते. ॐ त्र्यम्बकं यजामहे सुगन्धिं पुष्टिवर्धनम् उर्वारुकमिव बन्धनान् मृत्योर्मुक्षीयमामृतात्. ॐ शुक्लां ब्रह्मविचारसारपरमाम् आद्यां जगद्व्यापिनीं वीणापुस्तकधारिणीमभयदां जाड्यान्धकारापहाम्. हस्ते स्फाटिकमालिकां विदधतीं पद्मासने संस्थितां वन्दे तां परमेश्वरीं भगवतीं बुद्धिप्रदां शारदां. ब्रह्मा मुरारी त्रिपुरान्तकारी भानुः शशि भूमिसुतो बुधश्च गुरुश्च शुक्रः शनिराहुकेतवः
सर्वे ग्रहाः शान्तिकरा भवन्तु रक्षाविधानम् 10 ദിശകളിൽ നിന്നും വിഘ്നകാരികളായ ശക്തികൾ വരാനിടയുണ്ട്. ആ ആസുര ശക്തികളിൽ നിന്നും രക്ഷ നേടുവാനായി എല്ലാ ദിശകളിലേക്കും മന്ത്രപൂരിതമായ അക്ഷരം സമർപ്പിക്കുന്നു. നിങ്ങളിൽ ഒരാൾ ഇടതുകൈയിൽ അക്ഷരവുമായി ഇരിക്കുന്ന സ്ഥലത്തു തന്നെ എണീറ്റു നിൽക്കുക. മന്ത്രോച്ചാരണത്തിനനുസരിച്ച് പറയുന്ന ദിശകളിലേക്ക് അക്ഷരം വിതറുക. നമ്മുടെ യജ്ഞം വിഘ്നകാരികളായ ശക്തികളിൽ നിന്നും സുരക്ഷിതമാവുന്നു എന്ന് ഭാവന ചെയ്യുക. കിഴക്ക് ദിശയിൽ നിന്നും ആരംഭിച്ച് ഘടികാര സൂചിയുടെ ദിശയിൽ നിർദ്ദേശിക്കപ്പെടുന്ന ദിശകളിലേക്ക് യജ്ഞകുണ്ഡത്തിന്റെ 4 പാടും അക്ഷരം വിതറുക. ഓം പൂർവേ രക്ഷതു വാരാഹ ആഗ്നേയാം ഗരുഡധ്വജഃ ദക്ഷിണേ പദ്മനാഭസ്തു നൈഋത്യാം മധുസൂദനഃ പശ്ചിമേ ചൈവ ഗോവിന്ദോ വായവ്യാം തു ജനാർദനഃ उत्तरे श्रीपतिरक्षेत् ऐशान्यां हि महेश्वरः ऊर्ध्वं रक्षतु धातावो ह्यधोऽनन्तश्च रक्षतु अनुक्तमपि यत्स्थानं रक्षत्विषो ममाद्रिधिक् अपसर्पन्तु ते भूता ये भूता भूमि संस्थिताः ये भूता विघ्नकर्तारः ते गच्छन्तु शिवाज्ञया अपक्रामन्तु भूतानि पिशाचाः सर्वतो दिशं सर्वेषां विरोधेन यज्ञकर्म समारभे അഗ്നിസ്ഥാപനം. യജ്ഞകുണ്ഡത്തിലെ അഗ്നിയെ ബ്രഹ്മത്തിന്റെ പ്രതിനിധിയായിട്ട് സങ്കല്പിച്ചാണോ യജ്ഞകുണ്ഡത്തിൽ അഗ്നിയുടെ സ്ഥാപനം നടത്തുന്നത്? നിങ്ങളിൽ ഒരാൾ മന്ത്രത്തോടൊപ്പം യജ്ഞകുണ്ഡത്തിൽ അഗ്നിയെ സ്ഥാപിക്കുക. എന്നിട്ട് ഗന്ധാക്ഷതങ്ങളും പുഷ്പങ്ങളും കൊണ്ട് പൂജിക്കുക. മറ്റുള്ളവർ ഭാവനാപൂർവം പ്രണാമം ചെയ്യുക. ഭൂർഭുവഃ സ്വർദ്യൗരിവ ഭൂമ്ന പൃഥിവീവ വരിംണ തസ്യാസ്തേ പൃഥിവിദേവ യജനി പൃഷ്ടേऽഗ്നിമന്നാദമന്നാദ്യായാദധേ അഗ്നിം ദൂതം പുരോദധേ ഹവ്യവാഹമുപബ്രുവേ ദേവാം ആസാദയാദിഹ. ഓം അഗ്നയേ നമഃ. ആവാഹയാമി സ്ഥാപയാമി ധ്യായാമി ഗന്ധാക്ഷതം പുഷ്പാണി ധൂപം ദീപം നൈവേദ്യം സമർപ്പയാമി. ഗായത്രീ മന്ത്രാഹുതിഃ. എല്ലാവരും നട്ടല് നിവർത്തി നിവർന്നിരിക്കുക. നടുവിരലും മോതിരവിരലും തള്ളവിരലും കൊണ്ട് കുറച്ചു കുറച്ചായി ഹവന സാമഗ്രികൾ കയ്യിലെടുക്കുക. എല്ലാവർക്കുമായി സദ്ഭാവനയും സദ്ബുദ്ധിയും സദ്വിവേകവും ലഭിക്കുന്നതായി പ്രാർത്ഥിക്കുക. എന്നിട്ട് ഗായത്രി മഹാമന്ത്രത്തോടുകൂടി സ്വാഹ ശബ്ദം ഉച്ചരിക്കുമ്പോൾ നിങ്ങളെ സ്വയം അർപ്പിക്കുന്നതായി സങ്കല്പിച്ച് ആഹുതികൾ സമർപ്പിക്കുക. സ്വാഹ എന്നതിന് ശേഷം ഇദം ഗായത്രി ഇദം നമമ എന്ന് ഉച്ചരിക്കണം. ഓം ഭൂർഭുവഃ സ്വഃ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ നഃ പ്രചോദയാത്. സ്വാഹ ഇദം ഗായത്ര്യൈ ഇദം നമമ. ഓം ഭൂർഭുവഃ സ്വഃ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ നഃ പ്രചോദയാത്. സ്വാഹ ഇദം ഗായത്ര്യൈ ഇദം നമമ. ഓം ഭൂർഭുവഃ സ്വഃ തത്സവിതുർവരേണ്യം
भर्गो देवस्य धीमहि धियो यो नः प्रचोदयात् स्वाहा इदं गायत्र्यै इदं न मम ॐ भूर्भुवः स्वाहा तत्सवितुर्वरेण्यं भर्गो देवस्य धीमहि धियो यो नः प्रचोदयात् स्वाहा इदं गायत्र्यै इदं न मम महामृत्युञ्जय मन्त्राहुतिः വിശ്വമംഗളത്തിനും സകലരുടെയും ഉജ്ജ്വലമായ ഭാവിക്കു വേണ്ടിയും എന്ന സങ്കല്പത്തിൽ വിശേഷമായ ആഹുതികൾ യജ്ഞ ഭഗവാന് സമർപ്പിക്കുന്നു. ഓം ത്ര്യംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർധനം ഉർവാരുകമിവ ബന്ധനാൻ മൃത്യോർമുക്ഷീയമാമൃതാത് സ്വാഹാ ഇദം മഹാമൃത്യുഞ്ജയായ ഇദം ന മമ ഓം ത്ര്യംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർധനം ഉർവാരുകമിവ ബന്ധനാൻ മൃത്യോർമുക്ഷീയമാമൃതാത് സ്വാഹാ ഇദം മഹാമൃത്യുഞ്ജയായ ഇദം ന മമ ഓം ത്ര്യംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർധനം ഉർവാരുകമിവ ബന്ധനാൻ മൃത്യോർമുക്ഷീയമാമൃതാത് സ്വാഹാ ഇദം മഹാമൃത്യുഞ്ജയായ ഇദം ന മമ സ്വിഷ്ടകൃത് ഹോമഃ. ഇതിനെ പ്രായശ്ചിത്ത ആഹുതി എന്ന് പറയുന്നു. നമ്മുടെ ആഹുതികളിൽ എന്തെങ്കിലും കുറവുകളോ മറവിയോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവയുടെ പൂർത്തീകരണത്തിനായി നൈവേദ്യം സമർപ്പിക്കുന്നു. നിങ്ങളിൽ ഒരാൾ ശുചിപാത്രത്തിൽ നൈവേദ്യമെടുത്ത് ഇരുന്നു കൊണ്ടുതന്നെ യജ്ഞ ഭഗവാന് സമർപ്പിക്കുക. നമ്മുടെ സമ്പൂർണമായ വ്യക്തിത്വത്തിൽ മധുരത വന്നു നിറയുന്നതായി ഏവരും സങ്കല്പിക്കുക. ഓം യദസ്യ കർമ്മണോത്യരീരിചം യദ്വാ ന്യൂനമിഹാകരം അഗ്നിഷ്ടസ്വിഷ്ടകൃദ്വിദ്യാത് സർവം സ്വിഷ്ടം സുഹൃതം കരോതു മേ അഗ്നയേ സ്വിഷ്ടകൃതേ സുഹൃതഹുതേ സർവപ്രായശ്ചിത്താഹുതീനാം കാമാനാം സമർദ്ധയിത്രേ സർവാണ്ണഃ കാമാൻ സമർദ്ധയ സ്വാഹാ ഇദം അഗ്നയേ സ്വിഷ്ടകൃതേ ഇദം ന മമ പൂർണാഹുതിഃ. ഏറ്റെടുക്കുന്ന ഏത് ശ്രേഷ്ഠകരമായ സങ്കല്പവും പൂർണ്ണതയിലെത്തിക്കാൻ കഴിയും എന്നതാണ് മനുഷ്യന്റെ പ്രത്യേകതയും പ്രഭാവവും. പൂർണ്ണാഹുതിക്കായി എല്ലാവരും എഴുന്നേറ്റു നിൽക്കുക. നിങ്ങളിൽ ഒരാൾ ശുചിപാത്രത്തിൽ അടയ്ക്കയോ ഉണങ്ങിയ തേങ്ങയോ എടുക്കുക. മറ്റുള്ളവർ കുറച്ച് ഹവന സാമഗ്രികൾ കയ്യിലെടുത്ത് സ്വാഹ എന്ന ശബ്ദത്തോടൊപ്പം നിങ്ങൾ ഓരോരുത്തരും പൂർണ്ണാഹുതിക്ക് യജ്ഞഭഗവാന് സമർപ്പിക്കുക. നമ്മുടെ ജീവിതം പൂർണ്ണതയിലേക്ക് അതിവേഗം സഞ്ചരിക്കുന്നു എന്ന് എല്ലാവരും ഭാവന ചെയ്യുക. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം പൂർണ്ണാദർവിപരാപത സുപൂർണ്ണാ പുനരാപത വസ്നേവ വിക്രീണാവഹ ഇഷമൂർജഗ്വംശതക്രതോ സ്വാഹാ. ഓം സർവം വൈ പൂർണ്ണഗ്വം സ്വാഹാ. ഓം സർവം വൈ പൂർണ്ണഗ്വം സ്വാഹാ. ഓം സർവം വൈ പൂർണ്ണഗ്വം സ്വാഹാ. വസോർധാരാ. ഏത് കാര്യത്തിൻ്റെയും ആരംഭത്തിൽ എത്രമാത്രം ഉത്സാഹവും ത്യാഗവും ഉണ്ടായിരുന്നോ അതിലധികമായി അവസാനവും ഉണ്ടായിരിക്കേണ്ടതാണ്.
സത്കൃത്യങ്ങളിൽ അവിരളമായ സ്നേഹത്തിൻ്റെ ധാര മുറിയാതിരിക്കട്ടെ. ഈ ഭാവനയോടെ നമ്മളിലൊരാൾ ശുചിപാത്രത്തിൽ നെയ്യ് നിറച്ച് മന്ത്രോച്ചാരണത്തോടൊപ്പം ധാര മുറിയാതെ അഗ്നിദേവന് സമർപ്പിക്കുക. ഓം വസോഃ പവിത്രമസി ശതധാരം വസോഃ പവിത്രമസി സഹസ്രധാരം ദേവസ്ത്വാ സവിതാ പുനാതു വസോഃ പവിത്രേണ ശതധാരേണ സുപ്വാ കാമധുക്ഷഃ സ്വാഹാ. നീരാജനം ആരതി. നിങ്ങളിൽ ഒരാൾ ആരതിയുടെ നടുവിൽ വെച്ചിരിക്കുന്ന വിളക്ക് കൊളുത്തിയിട്ട് 3 പ്രാവശ്യം ജലം അർപ്പിക്കുക. യജ്ഞ ഭഗവാനെ ആദരിക്കുകയാണ് ആരതി ഒഴിയുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്. പരമമായ സത്യാന്വേഷണത്തിലൂടെ ജ്ഞാനവും പ്രകാശവും 10 ദിക്കുകളിലേക്കും വ്യാപിക്കുന്നതായി സങ്കല്പിക്കുക. യജ്ഞഭഗവാനെ മറ്റു ദേവീദേവന്മാരെ ആരതി ഒഴിയുക. അതിനുശേഷം വീണ്ടും 3 പ്രാവശ്യം ജലമർപ്പിച്ചതിനു ശേഷം ആരതി എല്ലാവരിലേക്കും എത്തിക്കുക. എല്ലാവരും കൈകൂപ്പി പ്രാർത്ഥനാപൂർവം ആരതിയെ സ്വീകരിച്ച് ബഹുമാനിക്കുക. ഓം യം ബ്രഹ്മവേദാന്തവിദോ വദന്തി പരം പ്രധാനം പുരുഷം തഥാന്യേ വിശ്വോദ്ഗതിഃ കാരണമീശ്വരം വാ തസ്മൈ നമോ വിഘ്നവിനാശനായ. ഓം യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യन्ति യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ ദേവായ തസ്മൈ നമഃ. ഘൃതാവഘ്രാണം. പ്രണിതാപാത്രത്തിൽ അവശേഷിക്കുന്ന നെയ്യിലേക്ക് വലതുകൈയിലെ വിരലുകൾ മുക്കുക. അതിനുശേഷം 2 കൈകളും കൂട്ടിത്തിരുമ്മി എല്ലായിടത്തേക്കും നെയ്യെത്തിയതിനു ശേഷം യജ്ഞകുണ്ഡത്തിലെ അഗ്നിയിലേക്ക് കൈകൾ ഉയർത്തിപ്പിടിക്കുക. യജ്ഞ ചൈതന്യം കൈകളിലേക്ക് പകർത്തിയിട്ട് ഗായത്രി മന്ത്രത്തോടൊപ്പം അത് മുഖത്തും മറ്റ് ശരീരഭാഗങ്ങളിലും എത്തിക്കുക. യജ്ഞ ഊർജത്തെ ആത്മാവിലേക്ക് സ്വീകരിക്കുന്നതായി ഭാവന ചെയ്യുക. ഓം തനൂപാ അഗ്നേസി തന്വം മേ പാഹി. ഓം ആയുർദാ അഗ്നേസി ആയുർമേ ദേഹി. ഓം വർചോദാ അഗ്നേസി വർചോ മേ ദേഹി. ഓം അഗ്നേയന്മേ തന്വാ ഊനം തന്മ ആപ്രീണ. ഓം മേധാം മേ ദേവഃ സവിതാ ആദധാതു. ഓം മേധാം മേ ദേവി सरस्वती आदधातु. ओम मेधां मे अश्विनौ देवावाधत्तां पुष्करस्रजौ. ओम भूर्भुवः स्वः तत्सवितुर्वरेण्यं भर्गो देवस्य धीमहि धियो यो नः प्रचोदयात्. शुभकामना. സകല ചരാചരങ്ങൾക്കും മംഗളം ആശീർവദിച്ചും ആഗ്രഹിച്ചും കൊണ്ട് എല്ലാവരും കൈകൾ മലർത്തി ചേർത്ത് പിടിച്ച് യജ്ഞ ഭഗവാനായി മംഗളാശംസകളും ആശീർവാദങ്ങളും നേരുക. ഓം സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷാഃ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവन्तु. സർവേ ഭവन्तു സുഖിനഃ. സർവേ സന്തു നിരാമയാഃ. സർവേ ഭദ്രാണി പശ്യन्तു മാ കശ്ചിദ് ദുഃഖമാപ്നുയാത്. ശ്രദ്ധാം മേധാം യശഃ പ്രജ്ഞാം വിദ്യാം പുഷ്ടിം ശ്രിയം ബലം തേജായുഷ്യമാരോഗ്യം
देहि मे हव्यवाहन देहि मे हव्यवाहन विसर्जनम् ആവാഹിച്ച് വച്ചിരിക്കുന്ന ദൈവിക ശക്തികൾക്ക് ഹൃദയപൂർവ്വം ഭാവനാപൂർവ്വം വിട നൽകാനായി ഒരാൾ പൂജാവേദിയിൽ പുഷ്പാർച്ചന നടത്തുക. ഒരാൾ യജ്ഞകുണ്ഡത്തിൽ അക്ഷതം അർപ്പിക്കുക. എല്ലാവരും കൈകൾ കൂപ്പി എല്ലാ ദേവീദേവന്മാരോടും പ്രാർത്ഥിക്കുക. ഇത്തരത്തിൽ ദൈവിക അനുഗ്രഹം നമുക്ക് എല്ലായ്പ്പോഴും ലഭ്യമാക്കാനായി. ഓം ഗച്ഛത്വം ഭഗവൻ അഗ്നേ स्वस्थाने कुण्डमध्यतः उत्तमादाय देवेभ्यः शीघ्रं देहि प्रसीद मे गच्छ गच्छ सुरश्रेष्ठ स्वस्थाने परमेश्वरः यत्र ब्रह्मादयो देवाः तत्र गच्छ हुताशन अन्तु देवगणाः सर्वे पूजामादाय मामकीम् इष्टकामसमृद्ध्यर्थं पुनरागमनाय च